പ്രതിരോധ മേഖലയിൽ ഒരു വൻകിട കരാറിനൊരുങ്ങുകയാണ് ഇന്ത്യ. നാവികസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിനായി ജർമ്മനിയുമായി 70,000 കോടി രൂപയുടെ വൻകിട അന്തർവാഹിനി കരാറിൽ ഒപ്പിടാനൊരുങ്ങുകയാണ് രാജ്യം. ദീർഘകാലമായി ചർച്ചയിലായിരുന്ന പ്രോജക്ട് 75I പദ്ധതിയുടെ ഭാഗമായി 6 അത്യാധുനിക അന്തർവാഹിനികളാണ് നിർമ്മിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം ഉടൻ തന്നെ സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള മന്ത്രിസഭാ സമിതിയുടെ മുന്നിലെത്തുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. മുംബൈയിലെ മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സും ജർമ്മനിയുടെ തൈസൺ ഗ്രൂപ്പ് മറൈൻ സിസ്റ്റംസും സംയുക്തമായാണ് ഈ അന്തർവാഹിനികൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നത്. എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യയുള്ള ഈ മുങ്ങിക്കപ്പലുകൾക്ക് സാധാരണ കപ്പലുകളെ അപേക്ഷിച്ച് കൂടുതൽ കാലം വെള്ളത്തിനടിയിൽ തുടരാൻ സാധിക്കുമെന്നതാണ് പ്രധാന പ്രത്യേകത. ഇന്ത്യൻ സമുദ്രമേഖലയിൽ ചൈനീസ് അന്തർവാഹിനികളുടെ സാന്നിധ്യം വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ നാവികസേനയുടെ നിരീക്ഷണ പ്രത്യാക്രമണ ശേഷി വർദ്ധിപ്പിക്കാൻ ഈ പദ്ധതി അത്യന്താപേക്ഷിതവുമാണ്. വെറും നിർമ്മാണം മാത്രമല്ല, ഭാവിയിൽ ഇത്തരം അന്തർവാഹിനികൾ സ്വന്തമായി രൂപകൽപ്പന ചെയ്യാനും പരിപാലിക്കാനുമുള്ള ശേഷി കൈവരിക്കുക എന്നതാണ് ഈ കരാറിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നത്. നിലവിൽ നാവികസേന നേരിടുന്ന അന്തർവാഹിനികളുടെ കുറവ് പരിഹരിക്കാൻ ഈ പുതിയ 6 കപ്പലുകൾ സഹായിക്കും. ഇതിനു മുൻപ് ഫ്രാൻസിന്റെ സഹായത്തോടെ 6 കൽവരി ക്ലാസ് അന്തർവാഹിനികൾ മസഗോൺ ഡോക്ക് നിർമ്മിച്ചിരുന്നു. ഇതിൽ അവസാനത്തേതായ INS വാക്ഷീർ 2025 ജനുവരിയിൽ കമ്മീഷൻ ചെയ്യുകയും ചെയ്തു. ഇതിനിടെ പ്രതിരോധ രംഗത്ത് പുതിയ ചുവടുവെപ്പുമായി ഇന്ത്യ രംഗത്തുമുണ്ട്. 6ാം തലമുറ യുദ്ധവിമാനം നിർമ്മിക്കാൻ ഫ്രാൻസിനൊപ്പം പങ്കാളിയാകാനാണ് നീക്കം. റഷ്യയുടെ 5ാം തലമുറ സ്റ്റെൽത്ത് വിമാനമായ സുഖോയ് Su-57 വാങ്ങാതെ ഫ്രാൻസിന്റെ ഫ്യൂച്ചർ കോമ്പാക്ട് എയർ സിസ്റ്റം പദ്ധതിയുമായി മുന്നോട്ടു പോകാനാണ് നീക്കം. ഇക്കാര്യം പ്രതിരോധ മന്ത്രാലയം കഴിഞ്ഞ ദിവസങ്ങളിൽ പാർലമെന്ററി പ്രതിരോധ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെ അറിയിച്ചിട്ടുമുണ്ട്. സ്വന്തം 5ാം തലമുറ യുദ്ധവിമാനമായ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് പദ്ധതി വേഗത്തിലാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്യുന്നതിനു പകരം യുദ്ധവിമാനങ്ങൾ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന പദ്ധതിക്കാണ് ഇനി പരിഗണനയെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. ഇതിനായി ഫ്രഞ്ച് കമ്പനിയായ സഫ്രാനുമായി ചേർന്ന് 110 കിലോ ന്യൂട്ടൺ എഞ്ചിൻ വികസിപ്പിച്ചു വരികയാണ്. നിലവിലുള്ള 260 സുഖോയ് Su-30 MKI വിമാനങ്ങൾ സൂപ്പർ സുഖോയ് നിലവാരത്തിലേക്കും ഉയർത്തും. വ്യോമസേനയ്ക്കായി 60 ബഹുമുഖ യാത്രാ വിമാനങ്ങൾ വാങ്ങുന്നതിന് 1 ലക്ഷം കോടി രൂപയുടെ ടെൻഡർ ക്ഷണിക്കുകയും ചെയ്തു പ്രതിരോധ മന്ത്രാലയം. ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്കൽസ് ലിമിറ്റഡ്, ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റം ലിമിറ്റഡ്, മഹീന്ദ്ര, അദാനി ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ്, റിലയൻസ് ഡിഫൻസ് എന്നീ ഇന്ത്യൻ കമ്പനികളെ ടെൻഡറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മിലിറ്ററി ഏവിയേഷൻ നിർമ്മാണ മേഖലയിൽ തദ്ദേശീയ നിർമ്മിതി ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഇന്ത്യൻ കമ്പനികളെ അടക്കം ടെൻഡറിൽ ഉൾപ്പെടുത്തിയതെന്ന് പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. വിദേശ പ്രതിരോധ കമ്പനികളുമായി സഹകരിച്ച് ഇന്ത്യൻ കമ്പനികൾക്ക് ഇവ തദ്ദേശീയമായി നിർമ്മിക്കാം. 18 മുതൽ 30 ടൺ വരെ വാഹക ശേഷിയുള്ള വിമാനങ്ങളാണ് വ്യോമസേന ലക്ഷ്യമിടുന്നത്. ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റം ലിമിറ്റഡ് അമേരിക്കൻ കമ്പനിയായ ലോക്ഹീഡ് മാർട്ടിനുമായി ചേർന്ന് C-130J സൂപ്പർ ഹെർക്കുലീസ് വിമാനം നിർമ്മിക്കാനാണ് ഒരുങ്ങുന്നത്. ബ്രസീലിയൻ കമ്പനിയായ എംബ്രയറുമായി ചേർന്നാണ് മഹീന്ദ്ര ഗ്രൂപ്പ് KC-390 മില്ലേനിയം വിമാനം നിർമ്മിക്കാൻ ലക്ഷ്യമിടുന്നത്. മറ്റു 3 കമ്പനികൾ പങ്കാളിയുടെ കാര്യത്തിൽ തീരുമാനം ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.